ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീറ്റ്റൂട്ട് രസമാണ്. അപ്പോൾ നമ്മളിതാ ബീറ്റ്റൂട്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ടെണ്ണെടുത്ത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വേവിച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും വേവിച്ച ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമ്മളൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഒരു ടീസ്പൂണ് 1.25 ടീസ്പൂൺ അളവിൽ കുരുമുളകും ഒന്ന് ചതച്ച് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒന്നങ്ങ് അത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ആക്കിയിട്ട് വീണ്ടും നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് കുറച്ച് മധുരമുള്ളതായതുകൊണ്ട് നമുക്കിതിലേക്ക് ശർക്കര ചേർക്കേണ്ട. സാധാരണ രസത്തിൽ കുറച്ച് ശർക്കര ചേർക്കും. ഇത് നമ്മൾ ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. കുറച്ച് മുളക് പൊടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി വേണ്ടി വരില്ല എന്ന് വിചാരിച്ച് ആദ്യം ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതങ്ങ് തിളപ്പിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ആദ്യം വേവിച്ചത് കാരണം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് 1-2 പ്രാവശ്യം തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ നമുക്ക്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.